ഒരു തുള്ളി എണ്ണ പോലും പുരട്ടാതെ പൂരി പോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉള്ള ടെക്നിക്കാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ചപ്പാത്തി പൊങ്ങാനായിട്ട് നമ്മൾ അതിലേക്ക് എണ്ണ ചേർത്ത് കുഴയ്ക്കുക എന്നുള്ളതല്ല, ശരിക്കും ഒരു സിമ്പിൾ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കായി ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ ചപ്പാത്തി മേക്കിംഗ് മാത്രമാണ്. പരത്തിയ ചപ്പാത്തി എങ്ങനെ പൂരി പോലെ തയ്യാറാക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അതിനകത്ത് മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതും എല്ലാം ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കായിട്ട് തന്നേക്കാം. ഇതെന്നോടൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് ഈ ചപ്പാത്തി തയ്യാറാക്കുന്നത് മാത്രം ഒന്ന് കാണിക്കാനായിട്ട് ആരോ പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപോലെ പരത്തിയ ചപ്പാത്തി ചൂടായ കല്ലിലേക്ക് ഇടുക. അങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്ന ഉടനെ നമ്മൾ തിരിച്ചിടുക. അപ്പോൾ ആദ്യത്തെ സൈഡിൽ ഒരു 10-15 സെക്കൻഡാണ് നമ്മൾ ആ ചപ്പാത്തി ഇട്ടതെങ്കിൽ രണ്ടാമത്തെ സൈഡിൽ ഒരു പക്ഷെങ്കിൽ ഒരു 20-25 സെക്കൻഡ് വേണ്ടി വരുമായിരിക്കും. ആ സമയത്ത് നമ്മളത് ഒന്നുകൂടെ തിരിച്ചിടണം. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒരുവിധം വലിയ ബബിൾ നോക്കി നമ്മളത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ആ സ്റ്റീം എന്ന് പറയുന്നത് അതെല്ലാ സൈഡിലേക്കും അങ്ങ് പരന്നു പൊയ്ക്കോളും. അപ്പോൾ നമ്മളിത് പൊട്ടിക്കാതെ ചെറിയ പ്രഷർ കൊടുത്ത് വേണം ഈ ചട്ടുകം കൊണ്ട് പ്രസ് ചെയ്യാൻ. ടപ്പേന്ന് അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോവും. എവിടെ തട്ടിയാലാണ് സ്റ്റീം മറ്റുള്ള ഏരിയയിലേക്കും പോകുന്നതെന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ആ ചട്ടുകം ഒന്ന് തട്ടിക്കൊടുക്കാൻ. അങ്ങനെ ആ ഫുൾ ചപ്പാത്തി ഒരു ബബിൾ ആകുന്നിടം വരെയും നമ്മളത് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തിരിച്ചിടുക. നമുക്ക് വേണമെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് അതിൽ നെയ്യോ എണ്ണയോ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വായു അകത്തും കയറി ചപ്പാത്തി നന്നായിട്ട് വേഗം സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണുമില്ല. നന്നായിട്ട് ചപ്പാത്തി നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതുവരെയും വിജയിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പാണ് വിജയിക്കും. ഇത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടോ, മടക്കിയൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങ് മടങ്ങി വരുന്ന കണ്ടോ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.